ഇതുപോലെ തയ്യൽ മെഷീൻ നന്നാക്കാത്തതിന്റെ കാരണം ഇത് അയച്ചിട്ട് ഇതേപോലെ ഫിറ്റ് ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ് കേട്ടോ കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് സിമ്പിളായിട്ട് അയച്ചിട്ട് ഇത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ ഈ 2 സ്ക്രൂ ആണ് നമ്മൾ ലൂസ് ആക്കേണ്ടത്. ഇതിൽ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെറും സാധാരണക്കാർ ഉദ്ദേശിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. നമ്മൾ വീട്ടിൽ തയ്യൽ മെഷീൻ ഉണ്ടെന്ന് അതിനെക്കുറിച്ച് ഒന്നും അറിയാത്തവർക്കുള്ള വീഡിയോ ആണ്. ഇതിൻ്റെ അടിയിൽ നല്ല മെക്കാനിക്കുകൾ വന്നിട്ട് ഒത്തിരി കമൻറ്റ് ചെയ്യും ഇതൊക്കെ ആർക്കും അറിയാത്തതെന്നൊക്കെ ഉള്ള. എന്നാൽ ഒത്തിരി പേർക്ക് ഇത് അറിയില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഈ 2 സ്ക്രൂം ലൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇതേപോലെ നമുക്ക് സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മുടെ വീട്ടിലുള്ള എല്ലാ അഴുക്കുകളും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും കേട്ടോ. കാരണം ഈ പൊടികളൊക്കെ പാറിയിട്ട് ഇതുപോലെ ഓയിൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ പറ്റി പിടിച്ച് നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളിത് റിമൂവ് ചെയ്തതിന് ശേഷം ഇത് ഈ കാണുന്ന പൊടികളൊക്കെ ആദ്യം തന്നെ ക്ലീൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇതിലാണെങ്കിൽ ഒത്തിരി പൊടികളുണ്ട്. ഇതിങ്ങനെ ഇതേപോലെ ഊരിയെടുക്കാൻ സിമ്പിൾ ആയിരിക്കും. ഊരിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 സ്ക്രൂകൾ ലൂസാക്കിയാൽ തന്നെ ഇത് കയ്യിലേക്ക് സിമ്പിളായിട്ട് വരും കേട്ടോ. പക്ഷെ ഇത് ഫിറ്റ് ചെയ്യാൻ ആളുകൾക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യണം കേട്ടോ. ക്ലീൻ ചെയ്യാതൊന്നും ഒരിക്കലും ഓയിൽ കൊടുക്കാൻ പാടില്ല. ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. കാരണം അതേപോലെ ഓയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ ഉള്ളിൽ കയറി പിടിച്ചിട്ട് മൊത്തത്തിൽ വീല് ജാം ആവുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസമൊക്കെ ഇതേപോലെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ എന്തായാലും ഇത് എടുത്തിട്ട് ഇതേപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യുന്ന എല്ലാ പൊടികളും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കളഞ്ഞതിൻ്റെ ശേഷം മാത്രമാണ് നമ്മൾ ഓയിൽ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ബ്രഷ് കൊണ്ട് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഈ ഒരു ചെറിയ ഇതാണ് നമ്മുടെ ഷട്ടിൽ ഇതിൻ്റെ ഉള്ളിലുള്ള. ഇത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഇതേപോലെ വൃത്തിയാക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ അഴുക്കുകൾ ഉണ്ടെങ്കിലും നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാൻ ഈ കാണിക്കുന്നത് പോലെയാണ് ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തിട്ട് തന്നെ ഇതേപോലെ തുടച്ചെടുക്കണം കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഇതേപോലെ ബ്രഷ് ഉപയോഗിച്ച് കഴിഞ്ഞാലൊന്നും ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഈ ഭാഗത്തുള്ളത് ഇതേപോലെ കിട്ടൂല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് നന്നായിട്ട് തന്നെ അതേപോലെ ഇളക്കി എടുക്കണം അത്. കാരണം അത് നന്നായിട്ട് തന്നെ ഉള്ളിൽ പറ്റി പിടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ഈ ബ്രഷ് നമ്മൾ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇത് പുറത്തേക്ക് വരില്ല കേട്ടോ. ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യേണ്ട ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓയിൽ നന്നായിട്ട് തന്നെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ അഴുക്കുകൾ ഉണ്ടെങ്കിൽ അത് അവിടെ ഓയിലിൽ നന്നായിട്ട് തന്നെ പ്രസ്സായിട്ട് നിൽക്കും കേട്ടോ. അത് പിന്നെ നമ്മളെ ഈ ഷട്ടിലിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ഷട്ടിൽ ജാം ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ അധികം ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യണം കേട്ടോ. ഇത് മേലെന്നും താഴ്ന്നും ഒക്കെ ഒരേപോലെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്യണം. ഇനിയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ നമ്മൾ ഷട്ടിൽ ഫിറ്റിംഗ് ചെയ്യുന്നത്. ഈ ഫിറ്റ് ചെയ്യുന്നിടത്താണ് അധിക പേർക്കും കൺഫ്യൂഷൻ വരുന്നത്. അതിന് കാരണം ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഡയറക്റ്റ് കൊണ്ടതിൽ ഇതിൽ അമർത്തി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ഫിറ്റ് ആവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഭാഗമൊക്കെ ഇതേപോലെ ബ്രഷ് കൊണ്ട് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗം കണ്ടില്ല, ഈ ഒരു ഞാൻ ക്ലീൻ ചെയ്യുന്ന ഭാഗത്ത് ആ ഭാഗത്താണ് ഷട്ടിൽ വരേണ്ടത് കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് എപ്പോഴും ഷട്ടിൽ വരേണ്ടത്. അപ്പോൾ നമ്മൾ കണ്ടില്ല ഈ ഭാഗത്തിൻ്റെ ഈ ഒരു പീസ് ഇവിടുന്ന് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അതും കൂടി നമ്മൾ ഫിറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ ഷട്ടിൽ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിന് ശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷട്ടിലിൻ്റെ ഈ പോയിന്റ് ഇതിലേക്ക് കറക്റ്റ് ഇറക്കി വെക്കണം. അതിനായിട്ട് നമ്മൾ ഇതേപോലെ ഇടത് കയ്യിൽ ഇത് ചെരിച്ച് വെച്ചതിന് ശേഷം ഇത് കണ്ടില്ല ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയ കട്ട് കണ്ടോ, ഈ ആരോ മാർക്കിൽ കാണിക്കുന്ന ഈ കട്ട്, ഈ കട്ടിലേക്ക് ഈ ഷട്ടിൽ ഇതേപോലെ ഞാൻ ഈ വെക്കുന്നത് പോലെ കറക്റ്റായിട്ട് ഇറക്കി വെക്കുക. ഇതാ ഇതിൻ്റെ മുൻവശം അതിൻ്റെ മുൻവശത്തേക്ക് കറക്റ്റായിട്ട് ഇറക്കി വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി. ആ കട്ടിലേക്ക് ഇതാ ഈ ഷട്ടിലിൻ്റെ പോയിന്റ് ആ ഭാഗം ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അത് കണ്ടില്ലേ ഇതേപോലെ ചെറുതായിട്ട്, അധികം പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചെറുതായിട്ട് ഇതേപോലെയാണ് ലാസ്റ്റ് വരിക. ഈ ഒരു ഭാഗം കൂടി ഇതിനുള്ളിലേക്ക് ചെറുതായിട്ടൊന്ന് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ സിമ്പിളായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി നിൽക്കും കേട്ടോ. ഇത് ഒരുപാട് പേര് എന്നോട് വാട്സപ്പിൽ ചോദിച്ചിരുന്നു ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക എന്നുള്ളത്. ഇത് സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ഇതൊക്കെ ചെറുതായിട്ട് നമുക്കൊരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതുള്ളൂ കേട്ടോ. ഇതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കണം. കാരണം അതിൻ്റെ ഉള്ളിൽ ഇത് കറക്റ്റാണോ, ഇതിന് എന്തെങ്കിലും ബെൻഡ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇത് കണ്ടില്ല സിമ്പിളായിട്ട് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യണം കേട്ടോ. ഇത് റൊട്ടേറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ മെഷീനിൽ വെക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ സ്ക്രൂ ചെയ്യേണ്ടത്. ഇത് വെക്കുമ്പോഴാണ് അധിക പേർക്കും കൺഫ്യൂഷൻ വരിക. ഞാൻ ഈ കാണിക്കുന്നത് പോലെ തന്നെ കറക്റ്റായിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഈ ഷട്ടിലിനെ തിരിച്ച് വെച്ചതിൻ്റെ ശേഷം നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് അതിലേക്ക് കുടുങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് കണ്ണ് നോക്കിയാൽ മനസ്സിലാവും. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആ സ്ക്രൂവിൻ്റെ ഹോൾ കണ്ടില്ലേ അതും അതിലേക്ക് കറക്റ്റായി വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട